കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പഞ്ചാബിൽ അവിടെ കുടുങ്ങിയ വിദ്യാർത്ഥികൾ, അവരുടെ പ്രതികരണം. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് എല്ലാവരും കുറേ പേര് ട്രെയിൻ പിടിച്ചിട്ട് തന്നെ വന്നത് പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെയും. പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രെയിൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ. പിന്നെ സേഫ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ട്രെയിൻ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഡൽഹി. ഞങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. 3 days ലീവാണെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ഞങ്ങൾ ഡെസർട്ടേഷൻ ചെയ്യുന്നവരാണ്. അത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ ഈ അടുത്ത് പോകേണ്ടി വരില്ല. പിന്നെ എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. ഞാൻ തൃശ്ശൂർ. ഇവിടെ തന്നെയാണ് എറണാകുളം. അൻസഫ്. ഞാൻ സനൽ. പഞ്ചാബിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. കൊച്ചിയിൽ എത്തിയതിനു ശേഷമുള്ള പ്രതികരണമാണ്. തിരികെ എത്താൻ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നില്ല. ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയാണ്. അഭിനന്ദാണ് വിശദാംശങ്ങളുമായുള്ളത്. അഭിനന്ദ്, എങ്ങനെയാണ് അവരുടെ ഈ മടക്കയാത്രയെക്കുറിച്ച് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? തൃശ്ശൂർ സ്വദേശികളായ അൻസാഫിൻ്റെയും അസ്ലമിൻ്റെയും പ്രതികരണമാണ് ഇപ്പോൾ അനുജ നമ്മൾ കേട്ടത്. അവർ ഇന്ന് രാവിലെയോടുകൂടിയാണ് പഞ്ചാബിൽ നിന്ന് നേരിട്ടുള്ള ഫ്ലൈറ്റിലേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്നത്. ഗോവയിൽ നിന്നുമായുള്ള അവരുടെ കുറച്ചധികം സുഹൃത്തുക്കളുണ്ട്. ഏതാണ്ട് 150ഓളം സുഹൃത്തുക്കളുണ്ട്. അവർ ഗോവ വഴിയുള്ള ട്രെയിൻ മാർഗമായിരിക്കും അല്പസമയത്തിനും തന്നെ എത്തുക. 10 വിദ്യാർത്ഥികളാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന 10 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തും. ഇന്നലെ കേരള ഹൗസിൽ എത്തിയ കുറച്ചധികം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കേരള ഹൗസിൽ കുറച്ച് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ആ കേരള ഹൗസിലെത്തിയ വിദ്യാർത്ഥികളും ഈ സംഘത്തിൻ്റെ ഭാഗമായുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയുടെ ഒരു വിദ്യാർത്ഥിനിയുടെ പ്രതികരണം അവർ കണ്ടിരുന്നു. ആ സമയത്ത് അവർ വലിയ രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ അവർ കണ്ടിരുന്നു. അവർ ആകപ്പാട് ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്ന് മാത്രമായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അവർ നാട്ടിലെത്തിയ അതിൻ്റെ വളരെ സമാധാനമുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചിട്ടുള്ളത്. എക്സാമിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ കാര്യത്തിലൊക്കെ ചെറിയൊരു ആശങ്കയുണ്ട്. 2 പരീക്ഷകൾ കൂടി ഇനി അവർക്ക് നടക്കുവാനുണ്ട്. എന്തായാലും ഇപ്പോൾ അത് ഓൺലൈനാക്കി മാറ്റാമെന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതും ആശ്വാസം പകരുന്ന ഒരു കാര്യമാണെന്ന് ഇപ്പോൾ വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇനി മലപ്പുറം സ്വദേശികളൊപ്പം തന്നെ തൃശ്ശൂർ, പത്തനംതിട്ട, കൊല്ലം സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയ 3 വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ഓരോരുത്തരായി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് എത്തുകയാണ്. വളരെ ആശ്വാസകരമായും സമാധാനപരമായി ഇപ്പോൾ ഉണ്ട് ഒരു അന്തരീക്ഷമാണ് അവർക്ക് സൃഷ്ടിച്ചിട്ടുള്ളതെന്നും രക്ഷിതാക്കളെ കണ്ടപ്പോൾ അവർക്ക് അതിയായ സന്തോഷമുണ്ടെന്നും പറയുന്നു. എത്രയും പെട്ടെന്ന് ഈ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി അനുജ പോകാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിനി കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ആ പ്രതികരണം നോക്കാം. പേടിയുണ്ടായിരുന്നു, യുദ്ധാണല്ലോ. ഇത്ര മീഡിയ പറയുന്ന അത്ര ഇതുണ്ടായിരുന്നില്ല അവിടെ. എങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്താണല്ലോ ബോർഡർ, അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, അതൊന്നും കണ്ടില്ലായിരുന്നു. ഇവിടെ പ്രശ്നം ആയതുകൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ എക്സാംസ് ഓൺലൈൻ ആക്കി, അപ്പോൾ അതുകൊണ്ട് പോകുന്നേ ഉള്ളൂ. വൈറ്റില ഞങ്ങളൊരു 9ഓളം പേരുണ്ടായിരുന്നു. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 9ഓളം പേരുണ്ട്. പഞ്ചാബിൽ നിന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാണ് അവർ എത്തിയത്. അവരുടെ പ്രതികരണമാണ് തത്സമയം കണ്ടത്.